യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഞാനും നിങ്ങളും ശ്രദ്ധയോടെ കേൾക്കുന്നൊരു സമയമാണിത്. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കേൾക്കാനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവവചനം പറയാൻ ഇങ്ങനെയൊരു സ്ഥലം ദൈവം ഒരുക്കിയതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തക്ക വിധം വചനത്തെ ഒരഭിഷേകമായി ഞങ്ങളിൽ എത്തിക്കുന്ന ഈ ഒരു നല്ല അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവേ, ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് രാജ്യത്തിരുന്നാകട്ടെ കേൾക്കുന്നത്, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും സഹായിക്കണമേ. അവരുടെ എല്ലാം ജീവിതത്തിൽ എടുത്തു പറയാൻ കഴിയത്തക്ക വിധം എണ്ണി ആ അനുഗ്രഹം പറയാനാവുന്ന വിധം അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം കേൾക്കാം. സങ്കീർത്തനം 127 അധ്യായം 3-4 വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. എല്ലാ യുവതി യുവാക്കൾ മക്കൾ എല്ലാവരും ഈ വചനം കേൾക്കാനിടയാകട്ടെ. 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. മക്കൾ ഒരു ദാനമാണ്, അതോടൊപ്പം ഒരു സമ്മാനമാണ്, ഒരനുഗ്രഹവുമാണ്. എഴുതിയിട്ടുണ്ട്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ. ഒത്തിരി പേർ വിവാഹം കഴിഞ്ഞു തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ ദാനമായ മക്കളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കഴിവുള്ള, ബുദ്ധിയുള്ള, ആരോഗ്യമുള്ള, ദൈവാനുഗ്രഹമുള്ള തലമുറകൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ച്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. കുഞ്ഞുങ്ങളോടൊക്കെ പറയട്ടെ, ഇത് ദൈവാനുഗ്രഹമാണ്. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തണം. ദൈവാനുഗ്രഹത്തോടെ ജീവിക്കണം. നല്ല സ്വഭാവം ഉള്ളവരായി മാറണം. നല്ല വ്യക്തിത്വമുള്ളവരായി മാറണം. നല്ല ധൈര്യമുള്ളവരായി മാറണം. നല്ല ശക്തരായി നിങ്ങൾ മാറണം. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് ദൈവം നൽകുന്ന സമ്മാനമാണ്. 4-ാമത്തെ വാക്യം, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം, യുദ്ധം ചെയ്യുന്നൊരു പട്ടാളക്കാരൻ്റെ കയ്യിലെ അസ്ത്രമെന്ന് മാത്രമല്ല എഴുതിയിട്ടുള്ളത്. യുദ്ധവീരൻ, അതിൽ എക്സ്പീരിയൻസ് ഉള്ള, തഴക്കവും പഴക്കവുമുള്ള ആളെയാണ് യുദ്ധവീരൻ. അതിൽ യുദ്ധം ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവൻ. യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. ദൈവാനുഗ്രഹമുള്ള മക്കൾ, അല്ലെങ്കിൽ യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. ഞാൻ കുറേ പ്രാവശ്യം ഇത് ചിന്തിച്ചു, കുറേ പ്രാവശ്യം വായിച്ചു, പല കാര്യങ്ങളും മനസ്സിലാക്കി. എങ്ങനെയാണിത് വ്യാഖ്യാനിക്കേണ്ടതെന്ന് ഞാനിങ്ങനെ കുറേ പ്രാവശ്യം തലങ്ങും വിലങ്ങും ചിന്തിച്ചു. എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം. യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ലക്ഷ്യത്തിലെത്തും, ഉന്നം തെറ്റിപ്പോവുകയില്ല. അത് എവിടെയാണോ ലക്ഷ്യം കണ്ടത്, അത് ആ പോയിന്റിൽ തന്നെ എത്തും. അത് വഴി തെറ്റി എങ്ങോട്ടേലും പോവില്ല. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തും. ആ വാക്കെന്ന് പറഞ്ഞ്, ലക്ഷ്യസ്ഥാനത്ത്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ജീവിതം എങ്ങോട്ടേലുമായി പോകത്തില്ല. നിങ്ങൾ മനസ്സിൽ കണ്ട ആ സ്ഥലത്ത് നിങ്ങളുടെ ജീവിതം എത്തും. യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാണ് ദൈവാനുഗ്രഹമുള്ള മക്കൾ. ലക്ഷ്യസ്ഥാനത്തെത്തും. ഞാനതിന് ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കൊച്ചു പറയുവാന്നിരിക്കുക, എനിക്ക് ഡോക്ടറാകണമെന്ന് ആഗ്രഹം, എനിക്ക് നേഴ്സാകണമെന്ന് ആഗ്രഹം, എനിക്കൊരു പൈലറ്റ് ആകണമെന്ന് ആഗ്രഹം. അതൊരാഗ്രഹം, ദൈവം തന്നൊരാഗ്രഹമായിരിക്കും. ആ ലക്ഷ്യത്തിൽ തന്നെ എത്തും. എപ്പോഴെങ്കിലുമല്ല, ആ അനുവദിക്കപ്പെട്ട സമയത്ത് തന്നെ.
നല്ല പ്രായത്തിൽ തന്നെ. ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് എയർ ഹോസ്റ്റസായി ജോലി ചെയ്യാനാണ് ഇഷ്ടം, വീട്ടിൽ ആർക്കും താല്പര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ദൈവം എവിടെ എത്തണമെന്നാണോ ലക്ഷ്യം തന്നിരിക്കുന്നത്, അയ്യോ അതെത്താൻ പറ്റുമോ, സാമ്പത്തികം അനുവദിക്കുമോ, അതൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുമോ, ഇങ്ങനൊന്നും ചിന്തിക്കേണ്ട. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമ്പോൾ ഉന്നം തെറ്റിപ്പോവുകയില്ല. അത് മനസ്സിൽ കണ്ട സ്ഥലത്തു തന്നെ എത്തും. നിങ്ങളിവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങളുടെ യുവതി യുവാക്കൾ മക്കളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തണം. അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് ഓരോ വചനവും. അതിനു വേണ്ട അനുഗ്രഹമാണ് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാകണം. അത് നല്ല ശക്തിയോടെ മുന്നോട്ട് പോകും. അതെവിടെയേലും കൊള്ളും, എങ്ങോട്ടേലും പോകും, എന്തെങ്കിലും ആയിത്തീരുന്നല്ല. അങ്ങനെ എന്തെങ്കിലുമല്ല എഴുതിയിട്ടുള്ളത്. അത് ലക്ഷ്യസ്ഥാനത്തെത്തും, ഉന്നം തെറ്റുകയില്ല. നിങ്ങളും ലക്ഷ്യസ്ഥാനത്തെത്താൻ ദൈവം ഭാഗ്യം തരട്ടെ. നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടൊരു സ്ഥലത്തെത്താൻ ഭാഗ്യം തരട്ടെ. ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളെത്തും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ചിലരൊക്കെ പറയുന്നുണ്ട്, എനിക്കൊന്നും ആകാൻ പറ്റിയില്ലല്ലോ, ഒന്നും എത്താൻ പറ്റിയില്ലല്ലോ, ഞാൻ റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു, ഞാൻ പഠിച്ചു, പക്ഷേ എനിക്ക് മാത്രം ജോലി കിട്ടിയില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുറകിൽ കിടന്നവർ വരെ ഇന്ന് നല്ല നിലയിലെത്തി, എനിക്കൊന്നും ആകാൻ പറ്റിയില്ലല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ദൈവം നിങ്ങളുടെ കരം പിടിക്കും. ചില കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കും. പിന്നെ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി ഒരു കാര്യം, ദൈവ വിചാരം കളയല്, പ്രാർത്ഥന കളയല്, ഉഴപ്പിപ്പോകരുത്. ജീവിതം കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി പെട്ടുപോകല്, എവിടെയെങ്കിലും കൊണ്ടുപോയി തകർത്ത് കളയല്, ഉഴപ്പിക്കളയല്, വേണ്ടാത്ത ബന്ധങ്ങളിൽ പോയി തകർത്ത് കളയല്. നന്നായി ദൈവവിചാരത്തോടെ അധ്വാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെ ലക്ഷ്യസ്ഥാനത്തെത്തും. ഈ വചനമൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. യുവതി യുവാക്കൾ ഇത് കേൾക്കണം, കുഞ്ഞുങ്ങൾ കേൾക്കണം, പരീക്ഷ എഴുതിയിരിക്കുന്നവർ കേൾക്കണം. ലക്ഷ്യസ്ഥാനത്തെത്തണം. മനസ്സിലെ ആഗ്രഹത്തിനനുസരിച്ച് ഉയരാനുള്ള അനുഗ്രഹവാ ദൈവം തരുന്നത്. നിങ്ങളും വചനമൊക്കെ കേൾക്കണം, രക്ഷപ്പെട്ടു വരണം, നല്ല മിടുക്കികളായി വരണം. നിങ്ങളുടെ വീടിന് നിങ്ങളൊരു അനുഗ്രഹമായിക്കൊള്ളണം, നല്ല പ്രായത്തിൽ തന്നെ എത്തിക്കൊള്ളണം. ഇങ്ങനെ കേൾക്കാൻ ഇടയാകണം. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെക്കുറിച്ച് ആ പിള്ളേർ കാരണം ആ വീട് രക്ഷപ്പെട്ടല്ലോ, ആ പിള്ളേർ ആ വീടിൻ്റെ ഭാഗ്യമാണല്ലോ എന്ന് 10-15 പേര് നമ്മുടെ നാട്ടിൽ പറയത്തക്ക വിധമെങ്കിലും നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് ഉയർത്തെഴുന്നേൽക്കണം, അനുഗ്രഹിക്കപ്പെടണം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട എല്ലാ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ സകലരെയും ഓർക്കുന്നു. ആരൊക്കെയാണോ ഈ വചനം കേട്ടത്, എഴുതിയത്, സ്റ്റാറ്റസ് ഇട്ടത്, അത് ഷെയർ ചെയ്തത്, സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ, സന്തോഷവും സമാധാനവും തരണമേ, നിലനിൽക്കുന്ന ഐശ്വര്യം തരണമേ, ആരോഗ്യമുള്ള ശരീരം തരണമേ. രോഗപീഠകളിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. ഒരു ദോഷവും ഒരു തിന്മയും ഒരു അനർത്ഥവും വരാതെ വേലിക്കെട്ടി ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ. നല്ല ബന്ധങ്ങൾ നൽകണമേ. ആവശ്യത്തിന് സാമ്പത്തികം തരണമേ. ആവശ്യത്തിനുള്ളതെല്ലാം നൽകി ഞങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഈ വചനത്തിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളെ, അത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന നിങ്ങളെ യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ അർത്ഥത്തിലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ഒരു സാക്ഷ്യം വരാൻ ഇടവരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥന ഉണ്ടായിരിക്കുകയില്ല. കാരണം ഈ വ്യാഴം വെള്ളി പെസഹ വ്യാഴമാണ്, ദുഃഖ വെള്ളിയാഴ്ചയൊക്കെയാണ്. അപ്പോൾ അവരവരുടെ ഇടവകകളിൽ പ്രാർത്ഥന ഒരുമിച്ചൊരു കുടുംബമായി ആരാധിക്കുന്ന ദിവസമാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശുശ്രൂഷകളോ പൊതുവായ പ്രാർത്ഥനകളൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. വരുന്ന ആഴ്ചയിൽ
നമുക്ക് പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം, സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.